ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ യാസീൻ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കരിയർ അനാലിസിസ് വീഡിയോ ആണ്. മറ്റാരുടെ അല്ല, നമ്മുടെ മലയാളത്തിലെ യുവനടനായ നിസ്ലൻ കെ കഫൂറിനെ കുറിച്ചാണ് നമ്മളിന്ന് അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. തുടക്കകാലം മുതൽ ഇന്ന് വരെയുള്ള കരിയറാണ് നമ്മളിന്ന് അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഗിരീഷ് ഷെഡിയുടെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെ ഒരു മെൽവിൻ എന്ന് പറയുന്ന ഒരു കോളേജ് വിദ്യാർത്ഥി എന്ന കഥാപാത്രത്തിലൂടെയാണ് ആദ്യമായിട്ട് മലയാളത്തിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്. അതിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയം ജനങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. സ്വാഭാവിക അഭിനയവും കോമഡി ക്യാരക്ടറൊക്കെ നന്നായിട്ട് വർക്കാവുന്ന ആ സിനിമയിലൂടെ തന്നെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. പിന്നീട് പുറത്തിറങ്ങിയത് ഗുരുതി എന്ന് പറഞ്ഞ സിനിമയാണ്. ഗുരുതിയിലും നല്ല അഭിനയവും അദ്ദേഹം കാഴ്ച. റസൂൽ എന്നൊരു അടിപൊളി കഥാപാത്രം. പിന്നീട് ഹോമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം കൂടെയാണ് ചാൾസ് എന്ന് പറയുന്നത്. വളരെയേറെ പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ബ്രേക്ക് ത്രൂ ഉണ്ടായ ഒരു പടം ഇറങ്ങുന്നത്. അതും ആദ്യ സിനിമയിലെ സംവിധായകനായ ഗിരീഷ് ഷെഡിയുടെ തന്നെ സംവിധാനത്തിൽ 2024 നിസ്ലനെ നായകനാക്കി മമിത ബൈജു നായികയാക്കി പുറത്തിറങ്ങിയ ഒരു റൊമാൻറ്റിക് കിടിലം പടമായിരുന്നു. ഒരു ലവ് ട്രാക്കൊക്കെ പിടിച്ച ഒരു കിടിലം കൊമേഴ്ഷ്യൽ സിനിമയായിരുന്നു പ്രേമലു. 2024 പുറത്തിറങ്ങിയത്. അതൊരു വമ്പം വിജയമായിരുന്നു. കേരള ബോക്സ് ഓഫീസൊക്കെ തൂത്തുവാരി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഞാനൊക്കെ തിയേറ്ററിൽ പോയ സമയത്ത് പൂരപ്പറമ്പിൽ പോലെയായിരുന്നു. ഭയങ്കര ചിരിയായിരുന്നു എന്ന് പറഞ്ഞാൽ ചിരിച്ചിരി വഴിയായി. ഞങ്ങൾ കസിൻസൊക്കെ ആയിട്ടാണ് ആദ്യമായിട്ട് ഇത് പോയി കണ്ടത്. പിന്നീട് ഞാൻ ഫാമിലിയായിട്ട് പോയി കണ്ടു എന്ന് പറയാൻ. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. നിസ്ലൻ്റെ ബ്രേക്ക് ത്രൂവിൽ ഉണ്ടായ ഏറ്റവും നല്ലൊരു സിനിമയായിരുന്നു അത്. അതിലൂടെ ഒരു സ്റ്റാറായി പുള്ളി ആ സമയത്ത് തന്നെ മാറി കഴിഞ്ഞിരുന്നു. 100 കോടി നേടുന്ന യുവനടന്മാരിൽ ഒരാളായി നിസ്ലൻ അന്ന് മാറി. 136 കോടിയായിരുന്നു അന്നത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. ഇതല്ലേ. അതിനുശേഷം പിന്നെ വന്നത് ആലപ്പുഴ ചിങ്ക. അതിൽ കുറച്ച് കോമഡി സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് നമുക്ക് കുറച്ച് ചിലക്കാൻ തോന്നാം. പിന്നീടാണ് അദ്ദേഹത്തിന് പിന്നൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായത്. അതും നമ്മുടെ 2025 പുറത്തിറങ്ങിയ ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ പടം ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ആ സിനിമയിലൂടെയാണ് പുള്ളി ഒരു സ്റ്റാറായിട്ട് വേൾഡ് വൈഡ് സ്റ്റാറായിട്ട് മാറിയത്. മലയാളത്തിൽ ആദ്യത്തെ 300 കോടി പടം, പിന്നെ ഫീമെയിൽ ഓറിയൻ്റഡ് സൂപ്പർ ഹീറോ പടവും ആദ്യമായിട്ട് മലയാളത്തിൽ ആദ്യമായിട്ട് ജനിക്കുന്നത് ആ പടത്തിലൂടെയാണ്. അതിൽ കരുത്തുറ്റ ഒരു കഥാപാത്രമായി സണ്ണി. കരുത്തുറ്റ കഥാപാത്രം എന്ന് പറഞ്ഞത് നല്ല പവറൊക്കെയുള്ള കഥാപാത്രം ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ അത് സാധാരണ ഒരു കഥാപാത്രമാണ് അതിനകത്ത്. അതിൽ നല്ല കൊമേഡി കഥാപാത്രമായിരുന്നു അതിനകത്ത്. കോമഡി എന്ന് പറയാനുണ്ട്, കുറച്ച് സീരിയസൊക്കെ ഉണ്ട് അതിനകത്ത്. ലാസ്റ്റ് ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്, എല്ലാവരും ഇപ്പോൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയുവാണ്. അതിനകത്ത് രാജ്യസഭയൊക്കെ വന്ന സമയത്ത് ഈ നമ്മുടെ കല്യാണി പ്രിയദർശനെയൊക്കെ രക്ഷിക്കാൻ വരുന്ന ഇപ്പോൾ തോക്കൊക്കെ പിടിച്ചിരിക്കും നല്ല മാസാക്കിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടേ ഇല്ല. നല്ല നല്ല സിനിമകളൊക്കെ പിന്നീടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് ഞാനിപ്പോൾ തിരഞ്ഞെടുത്ത് നോക്കിയിട്ടുള്ളത്. പിന്നെ മധുരരാജയിലൊക്കെ അദ്ദേഹം ചെറിയൊരു ക്യാമിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്യാമിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആൾക്കൂട്ടത്തിലെ ഇടയിൽ നിന്ന ഒരു ക്യാരക്ടർ. അതിൽ നിന്നാണ് ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ യുവനടന്മാരിൽ ഒരാളായിട്ട് മാറി. എന്താല്ലേ, എനിക്കൊക്കെ ആവണമെന്നുണ്ട് കേസ്, പക്ഷെ എന്നെ ആരും വിളിക്കാൻ എനിക്ക് വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വരെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ റിലീസായ സിനിമകളാണ്. ഇനി 2026 2027 അടുത്ത കുറേ പ്രൊജക്റ്റുകൾ അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് ഈ വർഷം വരാനിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കിക്കളയാം. ആദ്യമായിട്ട് വരുന്നത് മോളിവുഡ് ടൈംസ് ആണ്. അഭിനവ് സുന്ദർ നായകാണ് ഇതിൻ്റെ സംവിധായകൻ. പിന്നീട് ഒരു ആസിഫ് അലിയുടെ KGF എന്നും പറഞ്ഞ് ഒരു ടാഗ് ലൈനിൽ വരുന്ന ഒരു കിഡിലൻ പടമാണ് ടിക്കി ടാക്ക. VS രോഹിത്താണ് ഇതിൻ്റെ സംവിധായകൻ. പിന്നീട് വരുന്നത് ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സൂര്യ 47 എന്ന സിനിമയിലും അദ്ദേഹം ഒരു റോൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ സൈനിങ് ഔട്ട് ആൻഡ് ടാറ്റ. അടുത്ത ഇത് അനാലിസിസ് വീഡിയോ ആണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അനലൈസ് വീഡിയോ ആണ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ സൈനിങ് ഔട്ട് ആൻഡ് ബൈ.